എവരിബഡി ഗോട്ട് സ്ട്രഗ്ലിങ് തിങ്. ഞാൻ ചോദിക്കട്ടെ, ഓരോ ഇൻ്റർവ്യൂസ് കഴിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് മദ്യപിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ പൊന്നടാവ് എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വന്നുപോയി, അല്ല ഞാൻ ഞാൻ എനിക്ക് ഇൻ്റർവ്യൂവിൽ പറയാതിരിക്കാൻ മേല. എൻ്റെ ഏറ്റവും വലിയ സൗഹൃദങ്ങളിലൊന്നായിരുന്നു തിരുവനന്തപുരം ബൈജേട്ടൻ ആക്ടർ. ഞാൻ എൻ്റെ ആകെ ഒരു ഇൻ്റർവ്യൂ ഞാൻ പണി കഴിഞ്ഞിട്ട് കൊടുത്തുള്ളൂ, ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ. ഇതുപോലെ ഇതെൻ്റെ സെക്കൻഡ് ഇൻ്റർവ്യൂ ആണ് ആക്ച്വലി ഞാൻ പേഴ്സണൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ബൈജേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്ട്രീം ക്ലോസ് ഒരാളാണ്. എൻ്റെ ലൈഫിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത, എൻ്റെ കുടുംബത്തോട് സംസാരിക്കുന്ന, എൻ്റെ മക്കളോട് സംസാരിക്കുന്ന സുഹൃത്താണ് ബൈജേട്ടൻ. ആ ബൈജേട്ടൻ്റെ ഒരു പേര് ഞാൻ പറയാൻ വിട്ടുപോയി ഒരു കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ, എൻ്റെ ഭയങ്കര ക്ലോസ് ആൾക്കാരുടെ. ആ മനുഷ്യനത് ഭയങ്കര ഹേർട്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിന് ശേഷം ഫ്രീ ആയിട്ട് ഇതുവരെ മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഇപ്പം ഈ ചോദ്യം വന്ന് സ്ട്രഗിളിങ്ങിൻ്റെ സമയം നമ്മൾ ഓരോ വാക്കുകളും ഓരോ വ്യക്തികളും ഇത് ഞാൻ മനഃപൂർവ്വം വിട്ടുപോയല്ല. ഞാൻ മാക്സിമം ഞാൻ പറയില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് താങ്ക്ഫുൾ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ പറയില്ല, എനിക്ക് ബൈജേട്ടനെ ലോസ്റ്റ് ആയ പോലെയാണ്. കാരണം ബൈജേട്ടൻ അതുപോലെ ഹേർട്ടായി. കാരണം ഞാൻ പല ആൾക്കാരുടെയും പേര് പറഞ്ഞു, ലാലേട്ടൻ്റെ പേര് പറഞ്ഞു, രഞ്ജിത്ത് സാറിൻ്റെ പേര് പറഞ്ഞു, ഈവൻ ജോണി ചേട്ടൻ, വിജയരാഘവൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ പേരിൽ ബൈജേട്ടനെ ഞാൻ ആക്സിഡൻ്റലി വിട്ടുപോയി. ഞാനിപ്പോഴും ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു, മിസ് ചെയ്യുന്നു. ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടി ഞാൻ സോറി മെസ്സേജ് അയച്ചു. പക്ഷേ പുള്ളിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബൈജേട്ടൻ ഫൈനാണ്, ഞങ്ങൾ ചക്കരയുടെയാണ്. ചിലപ്പോൾ എൻ്റെ വൈഫൊക്കെ അത് വിളിച്ച് സംസാരിക്കുന്ന ആളാണ് ബൈജേട്ടൻ. അപ്പം ഞാൻ പറയാം, അപ്പം ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ഇൻ്റർവ്യൂ എടുക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നു, നടക്കുന്നത്, ഇരിക്കുന്നത്, ഇനി ഒരാളോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഇറിറ്റേറ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ജീവിതമാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരു വല്ലാത്തൊരു രീതിയിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ പൗരൻ ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്യും. എൻ്റെ റിയാക്ഷൻ മതി നിങ്ങൾക്ക് ഈ സമൂഹം മുഴുവൻ ഞാൻ ഇല്ലാതായ. അപ്പോൾ അതുപോലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ പറഞ്ഞ പൗര ജീവിതം ഉണ്ടല്ലോ, അതായത് ഇപ്പം നോർമലി ഉള്ളൊരു ബോബി, അതായത് UK ഡീലുകളെല്ലാം ക്ലോസ് ചെയ്ത് സമാധാനമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ബാറിലിരുന്ന് ഒരു ബിയർ സിപ്പ് ചെയ്യുന്ന ബോബി. പക്ഷെ ഇന്ന് ആ ബോബി അങ്ങനെ ബിയർ സിപ്പ് ചെയ്യുമ്പോൾ അവിടെ ഇപ്പം UK ഏറ്റവും അധികം ഉള്ളത് UK കൂടുതൽ മലയാളികളാണെന്ന് തോന്നുന്നു. അപ്പോൾ വാറണ്ടേവി ഇരുന്ന് മദ്യപിക്കുന്നു, നടൻ ബോബി ഇരുന്ന് മദ്യപിക്കുന്നു, പെട്ടെന്ന് അവരുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ നമ്മൾ, അതായത് പ്രേക്ഷകർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുക, ആരോഗ്യത്തെയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന സൽസ്വഭാവിയായ ഒരു മനുഷ്യനെ അവർ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ആസ് എൻ ആക്ടർ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പൗരജീവിതത്തെ ബാധിക്കില്ലേ? ഇപ്പൊ അങ്ങ് ചോദിച്ചില്ലേ, ഞാനൊരു റെസ്റ്റോറൻറ്റ് ബാറിൽ ഇരിക്കുന്ന, ഞാൻ ഇന്നും ഈ ഇന്റർവ്യൂവിന് മുമ്പ് ഞാൻ ബിയർ കഴിച്ചിട്ട് ഞാൻ ഇന്റർവ്യൂ, കാരണം എനിക്ക് ഐ ലൈക്ക് ടു ബി ജെന്യുവിൻ. ഞാൻ ഒരു സത്യസന്ധനാണെന്നോ അല്ല, ഇങ്ങനെ ഒരു മനുഷ്യനില്ല ലോകത്ത്. ഞാൻ ചോദിക്കട്ടെ, ചിലർ കള്ളു കുടിക്കുന്നവരായിരിക്കും, ചിലപ്പം ബിയർ കഴിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്നവരായിരിക്കും. അതൊക്കെ അവരുടെ ചോയ്സസാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ അത് ചെയ്യുന്നത് ഞാൻ ഒരാൾ കാണിക്കുന്നില്ല. അത് എൻ്റെ താല്പര്യം കൊണ്ട് എനിക്ക് തോന്നുമ്പം, എനിക്ക് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ, എനിക്കെല്ലാം ചില്ല് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു പ്രൈവറ്റ് കാര്യമാണ്. അതാരെയും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമില്ല. അത് അങ്ങനെ ലോകത്ത് ആരും ഇൻഫ്ലുവൻസ് ആയിട്ടില്ല. ഒരാളും അങ്ങനെ ഇൻഫ്ലുവൻസ് ആയിട്ട് മദ്യപാനി, ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു മദ്യപാനി കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ താല്പര്യം കൊണ്ട് കുടിക്കുന്നതാണ്. അവൻ ഒരാളും കണ്ടുപിടിക്കുന്നതല്ല, അവൻ്റെ ബോഡിക്ക് അത് വേണമെന്ന് അവന് തോന്നിയിട്ട് തന്നെ കുടിക്കുന്നത്. അതിനകത്ത് സിനിമ ഇൻഫ്ലുവൻസ് അല്ല, ഒരു വ്യക്തികളെ ഇൻഫ്ലുവൻസ് അല്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, അതിപ്പം ഞാൻ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ 12 മണി രാത്രിക്ക് അല്ല 1 മണി രാത്രിക്ക് ഇന്ന് ഇൻ്റർവ്യൂ ഓടിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അതുപോലെ ലൈഫ് എൻജോയ് ചെയ്തില്ലെങ്കിൽ ഐ എം നോട്ട് എ ഹ്യൂമൻ ബീങ് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ നാളെ ഇനി എണീറ്റിട്ട് ഇനി വീണ്ടും ഇൻ്റർവ്യൂസിന് വന്നിട്ട് അങ്ങനെയല്ല. എനിക്ക് ഉറങ്ങാൻ സമയം വേണം, അല്ല ഇത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എനിക്ക് കഴിക്കാൻ സമയം വേണം. ഇതിനെല്ലാം അങ്ങനെ റിലാക്സ് ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ. ഞാനിപ്പോൾ പുറത്തൊരു ബാറിൽ പോയി കള്ളു കുടിക്കുന്നതിന് സീരിയസ്ലി പറയാ, ഐ ഡോണ്ട് ഹാവ് എനി ഷിറ്റ്, ഡാം ഷിറ്റ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പ്രൈവറ്റ് ലൈഫാണ്. അത് എന്തിനാണ് ഞാൻ ചെയ്യട്ടെ, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് ഞാനൊരു ബാറിൽ പോയി കള്ളു കുടിക്കാതിരുന്നിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് എന്ത് സത്യസന്ധതയാണ് ചെയ്യുന്നത്? ശരിയല്ലേ? അപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്ന നമ്മൾ എന്തിനാണ് ഒരു ബാറിൽ പോയിരിക്കുന്നത്? നമുക്കൊരു ആംബിയൻസ്, നമുക്ക് വേണേൽ സുഖമായിട്ട് ബീവറേജിൽ കള്ളു മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ വേണമെന്ന് കഴിക്കാം. അതല്ല മൂഡ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് അവിടുത്തെ ലൈറ്റും ആംബിയൻസും കാര്യങ്ങളും. ഇതുപോലെ തന്നെയാണ് തിയേറ്ററിൽ സിനിമ കാണുന്നത്. വീട്ടിൽ ഇരുന്ന് സിനിമ കാണുന്നത്, തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നത് രണ്ട് വൈബാണ്. ലാർജർ ലൈഫ് എക്സ്പീരിയൻസ് വേണമല്ലോ. 100%. അവിടെ പോയി എന്തിനാണ് പോപ്കോൺ കഴിക്കുന്നത്? നമുക്ക് വീട്ടിൽ പോപ്കോൺ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അതെല്ലാം നമ്മളൊരു ഫീലിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ബി ഓപ്പൺ. ഇപ്പം ആക്ടറൊക്കെ ആവാൻ വേണ്ടിയിട്ട് ആളുകൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പോൾ ജോജുവൊക്കെ എത്രയോ കഷ്ടപ്പെട്ടാണ് ഒരു കഥാപാത്രത്തെ ആവാഹിക്കുന്നതൊക്കെ. ആളുകൾ ട്രാവൽ ചെയ്യുന്നു. ഇനി ആ പ്രോസസ്സൊക്കെ ചെയ്യണ്ടേ? ആളുകൾ അംഗീകരിച്ചില്ലേ? ഇത് സിനിമയെ ഓരോരുത്തർ എടുക്കുന്ന രീതികളുണ്ട്. അതായത്
എനിക്ക് ജോജു തന്ന സ്കൂളാണോ അതോ ഞാൻ വന്ന വഴികളാണോ അതോ ഞാൻ കണ്ട് പഠിച്ച രീതികളാണോ, ഞാൻ ലൈഫിൽ ഒരുപാട് ടെൻഷൻ എടുക്കാറില്ല ഒന്നിനും. ഓക്കെ ഓക്കെ ഞാൻ ഇന്നിപ്പോൾ ഒരു കാര്യം നമുക്ക് നടത്താൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ. അത് നടന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാതിരിക്കുകയോ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയോ ചെയ്യുന്നത്, ഞാൻ അടുത്ത കാര്യത്തിലോട്ട് പോകുന്ന ഒരാളാണ്. ഓ. അപ്പം ഒരു സീനിൽ അഭിനയിക്കാൻ എന്നെ വിളിക്കുമ്പം അതെൻ്റെ ജോലിയാണെന്നും, കാരണം ഞാൻ ശമ്പളം മേടിച്ച് ചെയ്യുന്നൊരു ജോലിയായിട്ട് തന്നെയാണ് ഞാൻ അതിന് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ അവിടെ വന്നിട്ട് എൻ്റെ പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, അതിനെ മനസ്സിലാക്കുന്ന ആ ആക്ടിങ് ജോലിയോട് ഒരു 50% കൂറ് പുലർത്തിയാൽ നല്ലൊരു നടനാകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ചെയ്യാത്തവരാണ് പലരും താഴോട്ട് പോകുന്നത്. കാരണം ആക്ടിങ് അതാണ്, ഒരാൾ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി അതിനൊരു അനുഭവമായിട്ട് എടുത്ത് എല്ലാവരും വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ഈ സീനിൽ അങ്ങനെ ഒരു അനുഭവം വന്നാൽ എന്ത് ചെയ്യും, അതൊരു പ്രിപ്പറേഷനാണ്. പലരും പരീക്ഷയ്ക്ക് പല രീതിയിലാണ് പഠിക്കുന്നത്. ഒറ്റ വായിച്ച് പഠിക്കുന്നവരുണ്ട്, ചിലപ്പോൾ എഴുതി പഠിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ ആ മോഡിലായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന പലരും, ഇപ്പം ലാലേട്ടൻ, എന്ത് ക്ലാസ്, എന്ത് ഇത്, നമ്മളോട് ചിരിച്ച് കളിച്ചിരുന്നിട്ട് ഷോട്ട് പറയുമ്പോൾ കരയുന്ന സീനാണ്, നേരെ പോയി നമ്മൾ കരയുന്ന കാണാം. അത് കണ്ട് നമ്മളിരുന്ന് കരഞ്ഞു പോകും. ഈ പുറമേ കൊണ്ട് UK കാരനാകുമ്പോഴും ഉള്ളിൽ വളരെ നാടനായ ഒരു മനുഷ്യനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ അതായിരിക്കും ആളുകൾക്ക് ഈ ഒരു ഇഷ്ടം വരുന്നത്. ആ ഒരു ഫയർ ഉണ്ടല്ലോ, നാടനാവുക എന്നാൽ നടനാവുക. ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വന്നിട്ട് ശരിക്കും തന്നെ നാടനാവാറുണ്ടായിരുന്നു ഒരു കാലത്തൊക്കെ. പഴയ ഒരു കാലഘട്ടത്തിലൊക്കെ ഞാൻ നാട്ടിൽ വന്ന് ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു. ശരിക്കും തൂവാനത്തുമ്പികൾ പോലെ ലൈഫ് ഉണ്ട്. തൂവാനത്തുമ്പികളും അങ്ങനെയല്ല, അവിടെ 2 ജീവിതങ്ങളുണ്ടല്ലോ. അല്ല, ഇതിനറിയാം, നമ്മള് നാട്ടിൽ വരുമ്പോഴത്തേനും NRIയുടെ അഹങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ എൻ്റെ നാട്ടിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കാണിക്കുന്നതാണ്, അതുപോലെ തന്നെ ഞാനും കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം അനുഭവങ്ങളാണ് നമ്മുടെ ട്രാവൽ എന്ന് പറയുന്നത്. അപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള ട്രാവലിലും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ട് ഇതുവരെ കിട്ടിയിരിക്കുന്നതെല്ലാം ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതിനകത്ത് ഞാൻ ചൂസ് ചെയ്യാതൊന്നുമല്ല, എനിക്ക് വന്നു ചേർന്നിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഒരുപാട് പേര് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയിൽ കുറച്ചുകൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയാവുന്ന ആൾക്കാരെല്ലാം പറഞ്ഞു കുറച്ചൊന്ന് ട്രൈ ചെയ്യും, there is a space for you. അത് ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം എന്തായാലും ചോദിക്കണം. Are you aware of the female following after Pani? I do means then a kind of followers I get, ഇപ്പം the kind of respect I get from when ഞാനിപ്പോൾ ഒരു പബ്ലിക്കിൽ കയറി ചെല്ലുമ്പം എനിക്ക് ഭയങ്കര അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ പവറാണ്. വാറൻ ദേവി എന്ന് പറയുന്നത് ഒത്തിരി സ്ത്രീകൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോൾ ഒരാൾ നമുക്കൊരു ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ വിളിക്കാൻ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നൊരു ക്യാരക്ടറാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. ആണെങ്കിൽ അതുപോലെ തന്നെ ഈക്വലൻ്റാണ്, സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ്. ഇപ്പം മട്ടാഞ്ചേരിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കടി വരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്രഷുള്ള ആണുങ്ങളുണ്ട് വാറൻ ദേവിയോട്. അപ്പം ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ബ്യൂട്ടിഫുൾ. ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, സമയപരിമിതി. ഡെഫിനറ്റ്ലി നമുക്ക് മറ്റൊരു സമയത്ത് സംസാരിക്കാൻ പറ്റട്ടെ. ആൻഡ് ഇനിയും പടം സുമതി വളവ് 1-ാം തീയതി റിലീസ് ആവുന്നു. ഈ 1-ാം തീയതി കഴിഞ്ഞ് നമുക്ക് നേരെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാൻ ഇടയുണ്ടാവട്ടെ. അപ്പം സിനിമ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. 1-ാം തീയതി റിലീസ് ആവുകയാണ്. ബെഞ്ചമിനെ ആളുകൾ ഏറ്റെടുക്കട്ടെ. ബെഞ്ചമിനെ മാത്രമല്ല, ഈ സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളും, ഞങ്ങളുടെ ലീഡ്, ഞങ്ങളുടെ മെയിൻ ഹീറോ അർജുൻ, ബാലു, ഒരുപാട് ആർട്ടിസ്റ്റുള്ളൊരു സിനിമയാണ്. 40-40ഓളം ലീഡ് ആർട്ടിസ്റ്റുള്ളൊരു സിനിമയാണ്. അപ്പം ഒരുപാട് ആൾക്കാരുടെ പേര് പറയാനുണ്ട്. ഞങ്ങളുടെ മുരളിച്ചേട്ടൻ പ്രൊഡ്യൂസർ, അഭിലാഷ് പിള്ള റൈറ്റർ, വിഷ്ണു ഡയറക്ടർ. ഇതെല്ലാം ഒരു ഭയങ്കര ടീം വർക്കായിരുന്നു. ഭയങ്കര രസകരമായൊരു ഭയങ്കര ടീം വർക്കാണ്. ഇപ്പോഴും ഈ പ്രൊമോഷൻസ് എല്ലാം നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം എല്ലാവരും ഇതെല്ലാം ഈ കൂട്ടായ്മയ്ക്ക് എല്ലാം ഒരു ഫലം 1-ാം തീയതി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗംഭീര വിജയമായിട്ട് സിനിമ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു.